വൈറ്റ് ലൈൻ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പവായ് നായർ മഹോത്സവം മുംബൈയിലെ മലയാളി കൂട്ടായ്മയ്ക്ക് മറ്റൊരു തിലകക്കുറിയായി. അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടികൾ പുതുതലമുറയ്ക്ക് വിസ്മയം പകർന്നു. സംഘടനാ സെക്രട്ടറി വിജയ് പിള്ളയുടെ നേതൃപാടവത്തിൽ അരങ്ങേറിയ വള്ളംകളിപ്പാട്ടും തിരുവാതിര കളിയും ഓട്ടൻതുള്ളലും പുള്ളുവൻ പാട്ടും പുലികളിയും സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. റിയാലിറ്റി ഷോകൾ മാത്രം കണ്ടുപരിചയിച്ച പുതുതലമുറയ്ക്ക് മലയാളക്കരയുടെ മഹത്തായ സംസ്കാരം പകർന്നുകൊടുക്കുകയായിരുന്നു നായർ മഹോത്സവം. പവൈ നായർ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് GK വാസുപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. NWS പവൈ പ്രസിഡന്റ് MKS നായർ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് SR പിള്ള അവാർഡ് ദാനം നിർവഹിച്ചു. ഡിജിറ്റൽ ഫാമിലി ഡയറക്ടറിയുടെ പ്രകാരം കൊടുങ്ങല്ലൂർ കുടുംബ കൂട്ടായ്മ വാർഷിക ഒത്തുചേരൽ അംഗങ്ങളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സൗഹൃദവും സമാധാനവും കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ മുംബൈയിൽ കൊടുങ്ങല്ലൂരുകാരുടെ ഒത്തൊരുമ സന്തോഷവും അഭിമാനവും പകരുന്നുവെന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. വാശി തിലക് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച കൊടുങ്ങല്ലൂർ കുടുംബ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടുകളോളം മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണമായിരുന്നു കൊടുങ്ങല്ലൂർ. എന്നാൽ ഇന്ന് അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നാടായി കൊടുങ്ങല്ലൂർ മാറിയിരിക്കുന്നതിൽ കമൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. കേരളത്തിൽ വികസനം എത്തിക്കുവാൻ മറുനാടൻ മലയാളികൾ കൂട്ടായ്മയോടെ പ്രവർത്തിക്കണമെന്ന് കൊടുങ്ങല്ലൂർ മുൻ MLA ഉമേഷ് ചള്ളിയിൽ പറഞ്ഞു. ഗിന്നസ് പക്രു, NCP നേതാവ് ഭൂപേഷ് ബാബു, PR കൃഷ്ണൻ, മുഹമ്മദ്, CG വാര്യർ എന്നിവർ എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം. ഒരുപാട് കുടുംബയോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ്. കല്യാൺ ഈസ്റ്റ് നായർ വെൽഫെയർ അസോസിയേഷൻ വാർഷികം ആഘോഷിച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ കുട്ടികളെ വഴിതെറ്റിക്കാതെ കാക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് കല്യാൺ നായർ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടു. നായർ വെൽഫെയർ അസോസിയേഷൻ 12ാം വാർഷികാഘോഷത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. UK നമ്പ്യാർ, VA പ്രേമകുമാരൻ നായർ, പ്രൊഫസർ KGK കുറിൽ, KNSS ജനറൽ സെക്രട്ടറി വിജയകുമാർ പിള്ള, M കുമാരൻ നായർ, സച്ചിൻ മേനോൻ, മഹിളാ സംഘം പ്രസിഡന്റ് മാധവിക്കുട്ടി, അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി P വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. അത് പണ്ടൊരു കോട്ടയംകാരി വീട്ടമ്മ ഉറുപ്പിനെ പറ്റിച്ച പോലെ അവര് പണ്ടൊരു കോട്ടയംകാരി വീട്ടമ്മയുടെ അടുക്കളയിലിരിക്കുന്ന ജില്ലിട്ട പഞ്ചസാരകളുടെയും ഉറുമ്പരിക്കുന്നു. ഉറുമ്പിന്റെ ശല്യം നിത്യസംഭവമായപ്പോൾ ഉറുമ്പിനെ കൊണ്ട് തോറ്റപ്പോൾ കോട്ടയംകാരി വീട്ടമ്മ ഒരു പടുകുത്തി ഉപയോഗിച്ചു. തന്റെ കണ്ണാടി പറ്റയുടെ മുകളിൽ മുളകൂലി എന്നൊക്കെ എഴുതി വരും. കാണട്ടെ ഉറുമ്പരിക്കുന്നത്. ആ രീതിയിലാവരുത് നിങ്ങളുടെ പ്രവർത്തനം. കാതലായിട്ട് പ്രശ്നങ്ങൾ പഠിക്കാനും കുട്ടികളോടൊപ്പം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 മണിക്കൂർ ചെലവഴിക്കാനും തീർച്ചയായും നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഭാവി നാളെ നല്ലതാവുകയുള്ളൂ. ഞാനിത് പറയുമ്പോൾ നമ്മളുടെ കുട്ടികളെല്ലാം വളരെ മോശക്കാരാണ് എന്ന് നിങ്ങൾ ശ്രമിക്കരുത്. എന്നാൽ ആ രംഗത്ത് വിളിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ മൂരാഞ്ചി എന്ന് പറഞ്ഞ് മോഹിപ്പിക്കാനിട വരുത്തരുത്. നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ ചെറുപ്പക്കാര് വളരെയധികം സംസ്കാര സമ്പന്നരാണ്. സംസ്കാരത്തിന്റെ ഉദാത്തതാണ് ദൃഷ്ടാന്തങ്ങളാണ് അവര്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം നമ്മളുടെ വരുന്ന നാട്ടിലേക്ക്. സൂര്യ ഫെസ്റ്റിവൽ സമാപിച്ചു. സൂര്യ മുംബൈ ചാപ്റ്ററിന്റെയും വൈറ്റ് ലൈൻ വാർത്തയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന സൂര്യ ഫെസ്റ്റിവൽ ആസ്വാദകർക്ക് വിസ്മയ വിരുന്നായി. ഡോംബിവിലി പാണ്ഡുരംഗവാടി മോഡൽ ഇംഗ്ലീഷ് സ്കൂളിൽ ജനുവരി 29 നടന്ന ആദ്യ കലാവിരുന്നിൽ രാജേന്ദ്ര ഗംഗാനിയുടെ കഥക് നൃത്തവും ലയശക്തി ന്യൂഡൽഹിയുടെ ഫ്യൂഷനും സദസ്സിന് വേറിട്ടൊരു അനുഭവമായി.
ജനുവരി 31 പ്രിയദർശിനി ഗോവിന്ദന്റെ ഭരതനാട്യവും തൃക്കൊടിത്താനം സച്ചിദാനന്ദന്റെ സംഗീത കച്ചേരിയുമായിരുന്നു പ്രധാന വിഭവങ്ങൾ. വൈറ്റ് വേൾഡ് സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയ ജയൻ തനിമ, 2ാമതെത്തിയ KVS നെല്ലുവായ്, 3ാം സ്ഥാനം നേടിയ സ്വപ്ന നായർ എന്നിവർക്ക് തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നൃത്തരംഗത്ത് മികവ് പുലർത്തുന്ന ബാലപ്രതിഭ ശ്വേത വാര്യർക്ക് പ്രിയദർശിനി ഗോവിന്ദ് പുരസ്കാരം സമ്മാനിച്ചു.